ഹായ് വ്യൂവേഴ്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി ബൈ ജീൻ പിയാഷെ അതായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പാർട്ട് 2 ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ടറി പാർട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം കാണുന്നവർ മുൻപത്തെ പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട്. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഒരു തിയറിയാണ് ജീൻ പിയാഷെയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി ഇപ്പോൾ പറയാൻ പോകുന്നതും. അതുപോലെ തന്നെ അതിൽ ഉള്ള പല കാര്യങ്ങളും കേട്ടറ്റിനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു ഭാഗം എല്ലാവരും നിർബന്ധമായിട്ടും കാണുക. അതുപോലെ ഇനി പറയാൻ പോകുന്ന ഭാഗവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ പറയുന്ന സ്റ്റേജുകളൊക്കെ നിങ്ങളുടെ കേട്ടറ്റിനായിക്കോട്ടെ, അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് പരീക്ഷകൾക്കാണെങ്കിലും എപ്പോഴും ഏജ് സ്പെസിഫിക് ആയിട്ട് ചോദിക്കാറുണ്ട്. അതായത് ഇത്ര മുതൽ ഇത്ര വയസ്സ് വരെയാണെന്നുണ്ടെങ്കിൽ ഏത് സ്റ്റേജിലാണ് വരുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ തിയറിയിലേക്ക് കിടക്കാം. കാരണം കുറച്ച് വലുതാണ്, അപ്പോൾ അധികം വലിച്ച് നീട്ടുന്നില്ല, വേഗം തിയറിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ സ്റ്റേജസ് ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ഇദ്ദേഹം കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസിന് 4ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നത് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അറൈസസ് ആസ് എ റിസൾട്ട് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ വേൾഡ് passes through a series of sequential stages. അതായത് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് ഇൻഡിവിജ്വലും വേൾഡും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ കൊണ്ടാണ്. അത് സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഒരു സീക്വൻഷ്യൽ സ്റ്റേജസിലൂടെയാണ് സംഭവിക്കുന്നത്. അല്ലാതെ ഒരു സീക്വൻസ് ഒന്നും ഇല്ലാത്ത സ്റ്റേജ് അല്ല. ഒരു സീക്വൻഷ്യൽ സ്റ്റേജ്, ഒരു സീരീസ് ഓഫ് സീക്വൻഷ്യൽ സ്റ്റേജസിലൂടെയാണ് ഈ ഒരു ഇൻട്രാക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജസ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ആ 4 സ്റ്റേജസ് ഇതൊക്കെയാണ്. സെൻസറി മോട്ടോർ സ്റ്റേജ്, ദാറ്റ് ഈസ് ബർത്ത് ടു 2 years. ആ ഒരു ഏജ് കൃത്യമായി ഓർത്തിരിക്കുക, ആ പേരും ഓർത്തിരിക്കുക. അതുപോലെ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഈ സ്റ്റേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല, കൃത്യമായി ഓർത്തോളൂ. ദെൻ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 to 7 years, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 to 11 years, ദെൻ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് 12 to 15 years. ഇങ്ങനെയാണ് 4 സ്റ്റേജുകൾ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കുട്ടികളിൽ തന്നെയാണ് പരീക്ഷണം നടത്തിയിട്ട് അദ്ദേഹം ഈ ഒരു സ്റ്റേജുകൾ ഡെവലപ്പ് ചെയ്ത് വന്നത്. ഇനി ഈ ഓരോ സ്റ്റേജുകളിലും കുറേ അക്കംപ്ലിഷ്മെൻറ്റ്സ് ഉണ്ട്. അതായത് ഓരോ സ്റ്റേജിലും കുട്ടി അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, കുട്ടി അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതേതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ അത് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ സെൻസറി മോട്ടോർ സ്റ്റേജിൽ കുട്ടി അക്കംപ്ലിഷ് ചെയ്യേണ്ട അക്കംപ്ലിഷ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് 4 ഓപ്ഷൻ തന്നിട്ടുണ്ടാവും, സെലക്ട് ചെയ്യാൻ പറയും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു അക്കംപ്ലിഷ്മെൻ്റ് എടുത്തിട്ട്, അതായത് ഏതെങ്കിലും കുട്ടി ചെയ്യുന്ന ഒരു കാര്യം എടുത്തിട്ട് ഇത് ഏത് സ്റ്റേജിലാണ് വരുന്നതെന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേജിലും വരുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ഓർത്തു വെക്കണം. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഓരോ സ്റ്റേജിലും വരുന്നതെന്ന്. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റേജാണ് സെൻസറി മോട്ടോർ സ്റ്റേജ്, ദാറ്റ് ഈസ് ബർത്ത് ടു 2 years. ആ പേരിൽ തന്നെയുണ്ട്. എന്തുകൊണ്ടാണ് അത് സെൻസറി മോട്ടോർ സ്റ്റേജ് ആകുന്നത്? അതായത് സ്വന്തം മോട്ടോർ എബിലിറ്റീസ് എല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് സെൻസറി എക്സ്പീരിയൻസിലൂടെയാണ് അവരെന്ത് മനസ്സിലാക്കുന്നത്? അവരുടെ വേൾഡിനെ മനസ്സിലാക്കുന്നത്. അതായത് സ്വന്തം വേൾഡിനെ അവരെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? സെൻസറി എക്സ്പീരിയൻസ് ആണ്. തൊട്ടും കണ്ടും അതുപോലെ കേട്ടും കടിച്ചും അല്ലേ, സ്മെല്ലും എല്ലാം കൂടിയാണ് അവരെന്ത് ചെയ്യുന്നത്? അവരവരുടെ വേൾഡിനെ മനസ്സിലാക്കുന്നത്. അവരുടെ മോട്ടോർ എബിലിറ്റീസ് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അവരുടെ വേൾഡിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു സ്റ്റേജിനെ എന്ത് വിളിക്കുന്നത്? സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൽ വരുന്ന മേജർ അക്കംപ്ലിഷ്മെൻറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് പഠിക്കാനായിട്ട് ഒരു കോഡ് പറയാം. ആ കോഡ് അത്ര ഫേമസ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടൊന്നുമല്ല, എനിക്ക് പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വളരെ മണ്ടത്തരാക്കി ആയിട്ട് തോന്നാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. പിന്നെ ഒരിക്കലും ഇത് പരീക്ഷയ്ക്കൊന്നും എഴുതി വെക്കരുത്, നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നു എന്ന് മാത്രം. ഇനി അല്ലാണ്ട് തന്നെ ഓർക്കാൻ കഴിവുള്ളവർക്ക് അങ്ങനെ ഓർക്കാം. ഇനി ഇതല്ലാണ്ട് കോഡ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരിക്കലും പരീക്ഷയ്ക്ക് ഇത് എഴുതരുതെന്ന് മാത്രം പറയുന്നു. ഇത് ആധികാരികമായിട്ടുള്ളൊരു കോഡൊന്നും അല്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു ഇത് ഉണ്ടാക്കിയതാണേ. അപ്പോൾ ആ കോഡ് ഇങ്ങനെയാണ്: PSC ടോപ്പ്. ഓക്കെ, അപ്പോൾ ഈ PSC ടോപ്പിൽ പി എന്താണെന്ന് നോക്കാം നമുക്ക്.
പി എന്താണ്? പ്രൈമറി സർക്കുലർ റിയാക്ഷൻ. എന്താണ് പി? എന്താണ്? പ്രൈമറി സർക്കുലർ റിയാക്ഷൻ. ഈ പ്രൈമറി സർക്കുലർ റിയാക്ഷൻ എന്ന് പറയുന്നത് എത്ര മുതൽ എത്ര വരെയുള്ള സമയത്താണ്? 1 to 4 months ആണ്. അതായത് ജനിച്ച് 1 മുതൽ 4 മാസത്തിനുള്ളിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ കുട്ടിയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. അതായത് ഈ 4 മാസത്തിൻ്റെ ഇടയിൽ, അതായത് ആദ്യമൊക്കെ എങ്ങനെയാണ്? അൺകോർഡിനേറ്റഡ് റിഫ്ലക്സുകളാണ് കുട്ടിക്ക് ഉണ്ടാകുക അല്ലേ? ബർത്തിൽ അങ്ങനെയാണ്. കുട്ടിയുടെ ഒരു കാര്യങ്ങൾ എന്താണ്? കോർഡിനേഷൻ ഇല്ലാത്തതായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നീട് എന്താണ്? അതെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്തിട്ട് സിമ്പിൾ സ്കീമുകളായിട്ട് ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, കുട്ടികൾ അതായത് കൈയിൻ്റെ തള്ളവിരലൊക്കെ സക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ? അത് മനഃപൂർവ്വം ഒരു ദിവസം ഇട്ടിട്ട് അത് പിന്നീട് വീണ്ടും വീണ്ടും ചെയ്യുന്നതല്ല. ആക്സിഡൻ്റലി എന്ത് ചെയ്യുന്നതാണ്? ഒരു ദിവസം കൈ അറിയാതെ വായിലേക്ക് പോകുന്നു. അത് ചെയ്തപ്പോൾ അതിൽ നിന്നൊരു പ്ലഷർ ഉണ്ടാകുന്നു. ആ പ്ലഷർ ഉണ്ടായത് കിട്ടിയത് കൊണ്ടാണ് പിന്നീട് എന്ത് ചെയ്തത്? അത് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് സർക്കുലർ ആവാൻ തുടങ്ങിയത് അത്. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്. ആദ്യം അത് അൺകോർഡിനേറ്റഡ് ആയിട്ടുള്ള റിഫ്ലക്സ് ആയിരുന്നു. പിന്നീട് അത് എന്ത് ചെയ്യാൻ തുടങ്ങി? കോർഡിനേറ്റഡ് ആകാനായിട്ട് തുടങ്ങി. അപ്പോൾ പ്രൈമറി സർക്കുലർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അൺകോർഡിനേറ്റഡ് ആയിട്ടുള്ള റിഫ്ലക്സസ് എല്ലാം തന്നെ കോർഡിനേറ്റഡ് ഇൻറ്റു സിമ്പിൾ സ്കീമാസ്. അതായത് അൺകോർഡിനേറ്റഡ് റിഫ്ലക്സ് എല്ലാം തന്നെ കോർഡിനേറ്റ് ആയിട്ടുള്ള സിമ്പിൾ സ്കീമകളായിട്ട് മാറുന്നു. ഇനി എന്തുകൊണ്ടാണ് ഇത് പ്രൈമറി എന്ന് പറയുന്നത്? കാരണം ഈ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ സ്വന്തം ബോഡിയിലാണ് ചെയ്യുന്നത്. കാരണം ഈ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ സ്വന്തം ബോഡിയുമായി റിലേറ്റ്, അതായത് ഇപ്പോൾ കൈ സക്ക് ചെയ്യുന്നത് സ്വന്തം തന്നെയാണ്, കൈ കടിക്കുന്നതെല്ലാം തന്നെ സ്വന്തം തന്നെയാണ് അല്ലേ? എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കുട്ടികൾ കാൽവിരലുകൾ കടിക്കുന്നത് അതുപോലെ തന്നെ. ഇതൊക്കെ എന്താ? സ്വന്തം ബോഡിയിലാണ്. അത് റിപ്പീറ്റേറ്റീവ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് സർക്കുലർ ആകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സർക്കുലർ എന്ന് പറയാൻ? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ പ്രൈമറി സർക്കുലർ റിയാക്ഷൻ എന്ന് പറയാൻ കാരണം എന്താണ്? പ്രൈമറി ആകുന്നത് സ്വന്തം ബോഡിയിൽ അത് ചെയ്യുന്നത് കൊണ്ടും, സർക്കുലർ ആകുന്നത് ആ ആക്ടിവിറ്റി കുട്ടി റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ പ്രൈമറി സർക്കുലർ റിയാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തതാണ് സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻ. എന്താണ് സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻ? സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻ വരുന്നത് എപ്പോഴാണ്? സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻ വരുന്നത് അതായത് 4 to 8 months ആണ്. 4 മുതൽ 8 മാസം വരെയുള്ള സമയത്താണ് ഈ ഒരു റിയാക്ഷൻ കുട്ടിയിൽ ഉണ്ടാകുന്നത്. മറ്റത് സ്വന്തം ബോഡിയിലുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയമാകുമ്പോഴേക്കും കുട്ടി കുറച്ചുകൂടെ എക്സ്റ്റേണൽ വേൾഡിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് സ്വന്തം ആക്ഷനും എക്സ്റ്റേണൽ വേൾഡുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് എന്നുള്ളത് കുട്ടി ലേൺ ചെയ്യും. ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ട് മാറ്റം ഈ ഒരു നമ്മളുടെ എക്സ്റ്റേണൽ വേൾഡിന് ഉണ്ടാകുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം തന്നെ എക്സ്റ്റേണൽ വേൾഡിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കുട്ടിക്ക് ലേൺ ചെയ്യാനായിട്ട് തുടങ്ങും. ഇപ്പോൾ എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കുന്ന ഒരു പാവ അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കളിപ്പാട്ടം കുട്ടിയുടെ കയ്യിൽ കിട്ടിയാൽ ആദ്യം ഒരു പ്രാവശ്യം അതിൽ നിന്നൊരു ശബ്ദം വന്നാൽ സ്വാഭാവികമായും പിന്നീട് അത് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടാവും? അതിങ്ങനെ നിലത്തടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിൽ അടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കൈകൊണ്ട് പീച്ചിക്കൊണ്ടോ ഒക്കെ ശബ്ദം ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ കുട്ടിക്ക് മനസ്സിലാകുകയാണ് ഞാൻ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി കൊണ്ട് ഒരു എക്സ്റ്റേണൽ വേൾഡിന്, അതായത് ഞാൻ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി കൊണ്ട് ഈ ഒരു പാവയ്ക്ക് എന്തോ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു ശബ്ദം അതിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ലേൺ ചെയ്യുന്ന ഒരു സമയമാണ് ഈ സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് 4 to 8 monthsലാണെന്ന് ഓർത്ത് വയ്ക്കുക. ആ ഒരു നെയിമും ഓർത്ത് വയ്ക്കുക. ഇനി മൂന്നാമത്തതാണ് കോർഡിനേഷൻ ഓഫ് സെക്കൻഡറി സ്കീമാസ്, ദാറ്റ് മീൻസ് സി. അത് 8 മുതൽ 12 മാസമാണ്. അതായത് നേരത്തെ പറഞ്ഞ സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ പഠിച്ചിട്ടുള്ള അതിൽ ലേൺ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ എന്താകുന്നു? കോർഡിനേറ്റ് ചെയ്യാണ്. അതായത് സ്വന്തം ആക്ഷൻസ് എല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യാണ്. കോർഡിനേറ്റ് സെക്കൻഡറി ആക്ഷൻസ് ടു അച്ചീവ് സിമ്പിൾ ഗോൾസ്. ഒരു ചെറിയ ഒരു കാര്യം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ആക്ഷനെ, അതായത് കുട്ടിയുടെ ആക്ഷനെ കോർഡിനേറ്റ് ചെയ്യാൻ കുട്ടിക്ക് സാധിക്കുകയാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം എടുക്കാനായിട്ട് കുട്ടിക്ക് താല്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കുട്ടികൾക്ക് എപ്പോഴും അട്രാക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം അവരുടെ മുന്നിലുണ്ടെങ്കിൽ അവരത് എടുക്കാനായിട്ട് പോകും അല്ലേ? അതെടുക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് തട്ടി മാറ്റിക്കൊണ്ടൊക്കെ പോകുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു
അക്കംപ്ലിഷ്മെൻറ്റിൽ പറയുന്നത്, അതായത് ഈ ഒരു സ്റ്റേജിൽ നടക്കുന്നത്, അതായത് കോർഡിനേഷൻ ഓഫ് സെക്കൻഡറി സ്കീമാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പുഷിങ് ആൻ ഒബ്സ്റ്റക്കിൾ ഔട്ട് ഓഫ് ദ വേ ഓഫ് റീച്ചിങ് എ ഡിസയേർഡ് ഒബ്ജക്റ്റ്. എന്തെങ്കിലും ഒരു ഡിസയേർഡ് ഒബ്ജക്റ്റിലേക്ക് എത്താനായിട്ട് എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ കുട്ടി എന്ത് ചെയ്യും, അത് പുഷ് ചെയ്തിട്ട് അവിടേക്ക് എത്തിച്ചേരും. അപ്പോൾ ഇതാണ് ഈ കോർഡിനേഷൻ ഓഫ് സെക്കൻഡറി സ്കീമ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ടേർഷ്യറി സർക്കുലർ റിയാക്ഷൻസ്, അതായത് 12 മുതൽ 18 മാസം വരെയാണ് പറയുന്നത്. 12 മുതൽ 18 മാസം വരെ ഈ ഒരു രീതിയിലേക്ക് എത്തുമ്പോഴേക്കും ട്രയൽ ആൻഡ് എറർ എക്സ്പെരിമെൻറ്റേഷനൊക്കെ ചെയ്യാനായി തുടങ്ങും. അതായത് ട്രയൽ ആൻഡ് എറർ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ്, അതായത് ഒരു ക്യൂരിയോസിറ്റി, നോവൽറ്റി, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. അത് ഞാനിത് ചെയ്താൽ എന്ത് സംഭവിക്കും, ഞാനത് ചെയ്താൽ എന്തുണ്ടാകും, അതെന്താണ് അങ്ങനെ, ഇതെന്താണ് ഇങ്ങനെ, അങ്ങനെയുള്ള പല കാര്യങ്ങളും അറിയാനും മനസ്സിലാക്കാനും ഉള്ള ഒരു ക്യൂരിയോസിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നൊരു സമയമാണ് ഈ പറഞ്ഞ 12 മുതൽ 18 മാസം വരെ. ഇപ്പോൾ ഒരു ബോൾ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ടോയ് ഇങ്ങനെ എന്താണ് എറിഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വേറെ പല രീതിയിലും ശബ്ദം ഉണ്ടാവുമെന്ന് ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ ഒരു ബോൾ ഒരു സ്ഥലത്തേക്ക് എറിഞ്ഞു, വേറൊരു സ്ഥലത്തേക്ക് എറിഞ്ഞു, അപ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അങ്ങനെ അറിയാനൊക്കെ ഭയങ്കരമായിട്ട് അവർ ഇഷ്ടപ്പെടുന്ന ഒരു സമയം, അല്ലെങ്കിൽ അത്തരത്തിലൊരു എന്താണ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നൊരു സമയമാണ് ഈ 12 മുതൽ 18 വരെയുള്ള മാസം എന്ന് പറയുന്നത്, അതായത് ടേർഷ്യറി സർക്കുലർ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വണ്ണാണ് ഒബ്ജക്റ്റ് പെർമനൻസ്. ഓർക്കുക, ഈ ഒരു സെൻസറി മോട്ടോർ സ്റ്റേജിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, ഒരു അക്കംപ്ലിഷ്മെൻ്റ് ആണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കാറുള്ളൊരു ഭാഗമാണ്. ഈ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത് ഏത് സ്റ്റേജിലാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായി ഓർത്തു വയ്ക്കുക. അത് 18 മുതൽ 24 മാസം വരെയാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വയ്ക്കുക. ദെൻ ഒബ്ജക്റ്റ് പെർമനൻസ് പലപ്പോഴും 2 മാർക്കിന് നിങ്ങളുടെ എക്സാമിനും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി എന്താണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയാം. ഒരു ന്യൂ ബോൺ ബേബിയെ സംബന്ധിച്ചിടത്തോളം ഒബ്ജക്റ്റുകളെല്ലാം തന്നെ പെർമനൻ്റ് ആണ് എന്ന ഒരു റിയലൈസ് കുട്ടിക്കില്ല. അതായത് ഒരു 8 മാസം താഴെയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു സാധനം കാണാതായി കഴിഞ്ഞാൽ, അതായത് കണ്ണിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതെന്താണ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അത് പെർമനൻ്റ് ആണ് എന്ന ഒരു കാര്യം കുട്ടിക്ക് അറിയില്ല. ഇപ്പോൾ അമ്മ കുട്ടിയുടെ കൺമുന്നിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആയ ഒന്നാണ് എന്ന് കുട്ടിക്ക് അറിയില്ല. പക്ഷെ പിന്നീട് 8 മാസം കഴിയുമ്പോഴേക്കും കുട്ടിക്ക് ഒബ്ജക്റ്റ് പെർമനൻസ് എന്നൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു കണ്ണിൽ നിന്ന് ആ ഒരു വസ്തു മറഞ്ഞാലും അതിപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് കണ്ടിന്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് എന്നുള്ള ഒരു കാര്യം കുട്ടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ കണ്ടില്ലെങ്കിലും ആ വസ്തു ഉള്ളതാണ്, അത് റിയൽ ആണ് എന്ന ഒരു ഡെവലപ്മെൻറ്റ് കുട്ടിക്ക് ഉണ്ടാകുന്നതിനെയാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. ഓർക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എപ്പോഴും നോക്കിയിട്ട് പോകേണ്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ സെൻസറി മോട്ടോർ സ്റ്റേജിലത്തെ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് പ്രൈമറി സർക്കുലർ റിയാക്ഷൻസ്, then secondary circular reactions, then coordination of secondary schemas, tertiary circular reactions, then object പെർമനൻസ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതരുത്, കാരണം ഇതെല്ലാം മന്ത് റിലേറ്റഡ് ആണ്. അപ്പോൾ ഇതൊരു സ്റ്റേജാണ്, അപ്പോൾ അതുകൊണ്ട് മാറാതെ തന്നെ പഠിക്കുക. ഇനി വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും കുഴപ്പമില്ല, പ്രശ്നമില്ലാണ്ട് പോയിക്കോളും. അപ്പോൾ ഇതാണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാം. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്, അതായത് 2 to 7 ഇയേഴ്സ് ആണ്. 2 to 7 ഇയേഴ്സ്. അപ്പോൾ ഇത് പഠിക്കാനായിട്ട് നമുക്കൊരു കോഡുണ്ട്, പറഞ്ഞുതരാം. അതിന് മുമ്പ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്താണെന്ന് പറയാം. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെൻ്റൽ മാനിപ്പുലേഷൻ നടത്താൻ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഒബ്ജക്ട്സ്, അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷനെ മാനിപ്പുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഓപ്പറേഷൻസ് ആർ മെൻ്റൽ ആക്ഷൻസ് ഫോളോ സർട്ടൻ ലോജിക്കൽ റൂൾസ്. ഒരു സർട്ടൻ ലോജിക്കൽ റൂൾസ് ഫോളോ ചെയ്യാനുള്ള ഒരു മെൻ്റൽ ആക്ഷനെയാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ പ്രീ ഓപ്പറേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ എന്തില്ല? ഇന്നബിലിറ്റി ഫോർ ഓപ്പറേഷൻസ് ആണ്. ഓപ്പറേഷൻ ചെയ്യാനുള്ള കഴിവ്, അതായത് ലോജിക്കൽ റൂൾസ് ചെയ്യാനുള്ളൊരു കഴിവ് ഇല്ല. എന്നാൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, എന്നാൽ കോൺക്രീറ്റ് ലോജിക്ക് ഇല്ല. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കി കാണാനുള്ളൊരു കഴിവില്ല.
ദെൻ അവരുടെ പെർസെപ്ഷനിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാര്യങ്ങൾ നോക്കിക്കാണാൻ കഴിവുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലെ കാര്യങ്ങൾ. അതായത് ഓപ്പറേഷൻ എന്ന് പറയുന്ന കാര്യത്തിന് ഒരു ഇന്നബിലിറ്റി ആയിരിക്കും, ലോജിക്കൽ റൂൾസും അറിയില്ല കുട്ടിക്ക്, ഇന്നബിലിറ്റിയാണ് ആ കുട്ടിക്ക്. ദെൻ ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ഉണ്ട്. ദെൻ കോൺക്രീറ്റ് ആയിട്ടുള്ള, അതായത് നോ കോൺക്രീറ്റ് ലോജിക്, ദെൻ കനോട്ട് ടേക്ക് ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് അതർ പീപ്പിൾ, ദെൻ ആൻഡ് ആർ ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ their പെർസെപ്ഷൻസ്. അതായത് സ്വന്തം പെർസെപ്ഷൻ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ, മറ്റുള്ളവരുടെ വ്യൂ പോയിൻ്റ് അവർക്ക് അറിയില്ല. ഇനി ഇതിൽ വരുന്ന കാര്യങ്ങൾ, ഇതിൽ വരുന്ന അക്കംപ്ലിഷ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കതിനെ ഇങ്ങനെ എഴുതാം. ആർട്ട്. എന്താണ് ആർട്ട്? AARTE, ആർട്ട് എന്നിങ്ങനെ നമുക്ക് എഴുതാം. ഇനി എന്താണ് ഓരോന്നും എന്ന് പറയാം. അതിൽ ഒന്നാമത്തേതാണ് റെപ്രസെൻറ്റേഷണൽ തോട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഓർഡറിലാണെങ്കിൽ ആർട്ട് എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് അനിമിസ്റ്റിക് തിങ്കിങ്ങും ആർട്ടിഫിഷ്യലിസവും അങ്ങനെ എഴുതാം. ഞാൻ പറഞ്ഞ ഓർഡറിൽ വേണമെങ്കിൽ അങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യത്തേത് എ ആണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അനിമിസ്റ്റിക് തിങ്കിങ് എന്താണെന്ന് പറയാം. അതായത് അനിമിസ്റ്റിക് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എവറി ഒബ്ജക്റ്റ് ഹാസ് ലൈഫ്, ഫീലിങ്സ്, തോട്ട്സ് ആസ് ദേ പോസസ്. അതായത് എനിക്ക് എന്തെല്ലാം ഫീലിങ്സ് ഉണ്ടോ, എനിക്ക് എന്തെല്ലാം തോട്ട്സ് ഉണ്ടോ, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഒബ്ജക്റ്റിനും ഉണ്ട് എന്ന് തോന്നുന്ന, അതായത് ഉണ്ട് എന്ന് ഉള്ള ഒരു കാര്യത്തിനെയാണ് അനിമിസ്റ്റിക് തിങ്കിങ്, ആ ഒരു ചിന്താഗതിയെയാണ് അനിമിസ്റ്റിക് തിങ്കിങ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ കുട്ടികൾ പാവയെ ഉറക്കുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ. കുട്ടികൾ ഇങ്ങനെ പാവയെ ഉറക്കി അവർക്ക് വിശക്കുന്നുണ്ടാവും, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അതുപോലെ അവരെ കുളിപ്പിക്കണം, അങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടാവും. അതെല്ലാം തന്നെ അനിമിസ്റ്റിക് തിങ്കിങ് ഉള്ളത് കൊണ്ടാണ്. അതായത് ഞാൻ കുളിക്കുന്നുണ്ട് അപ്പം എൻ്റെ പാവയ്ക്കും കുളിക്കണ്ടേ, ഞാൻ ഉറങ്ങുന്നുണ്ട് അപ്പം എൻ്റെ പാവയ്ക്കും ഉറങ്ങണ്ടേ, ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പം എൻ്റെ പാവയ്ക്കും ഭക്ഷണം കഴിക്കണ്ടേ, അവർക്ക് വിശക്കില്ലേ. അങ്ങനെയുള്ള ചിന്താഗതി ഉണ്ടാകുന്നത് കുട്ടിയിൽ ഈ ഒരു അനിമിസ്റ്റിക് തിങ്കിങ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 to 7 ആണ്. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് അവരുടെ ലോജിക് റൂൾ മാത്രമേ അറിയുള്ളൂ, അവരുടെ പെർസെപ്ഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ തെറ്റാന്ന് പറഞ്ഞാൽ കുട്ടി അത് അംഗീകരിക്കില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ കുട്ടിക്ക് എന്തുണ്ട്, ആ കുട്ടിക്ക് ഇത്തരത്തിൽ ചിന്തിക്കാനുള്ള ഒരു ചിന്താഗതിനെ, ആ ഒരു ചിന്തയാണ് അനിമിസ്റ്റിക് തിങ്കിങ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എ എന്ന് പറയുന്നത് ഏതാണ്? നെക്സ്റ്റ് എ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലിസം ആണ്. നെക്സ്റ്റ് എ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലിസം ആണ്. ആർട്ടിഫിഷ്യലിസം എന്ന് പറയുന്നത് എൻവിയോൺമെൻറ്റൽ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ജനങ്ങളുണ്ടാക്കി, അതായത് മനുഷ്യരുണ്ടാക്കിയതാണെന്നുള്ളൊരു ചിന്താഗതിയാണ്. അതായത് ഇറ്റ് റെഫേഴ്സ് ടു ദ ബിലീഫ് ദാറ്റ് എൻവിയോൺമെൻറ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ക്യാൻ ബി ആട്രിബ്യൂട്ടഡ് ടു ഹ്യൂമൻ ആക്ഷൻസ് ഓർ ഇൻ്റർവെൻഷൻസ്. അതായത് മനുഷ്യൻ്റെ ആക്ഷൻ കൊണ്ടും മനുഷ്യൻ്റെ ഇൻ്റർവെൻഷൻ കൊണ്ടുമാണ് എന്തുണ്ടാകുന്നത്, എല്ലാ എൻവിയോൺമെൻറ്റൽ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ടാകുന്നത് എന്ന ഒരു ചിന്തയാണ് കുട്ടിക്കുള്ളത്. അതായത് മനുഷ്യനാണ് ഇതെല്ലാം ഉണ്ടാക്കിയെന്നുള്ള ഒരു ചിന്ത. അതായത് ഇപ്പോൾ കാറ്റ് വീശുന്നത്, ക്ലൗഡിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ, ഇടി വെട്ടുന്നത്, ഇതെല്ലാം തന്നെ മനുഷ്യനാണ് ഉണ്ടാക്കിയത് എന്ന ഒരു ചിന്ത കുട്ടിക്കുണ്ട്. അല്ലാതെ അത് ഒരു എൻവിയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണെന്നോ അങ്ങനെയൊന്നും മനസ്സിലാക്കാനുള്ളൊരു കഴിവ് കുട്ടിക്ക് ഈ സമയത്ത് ഉണ്ടാവില്ല. ഇതെല്ലാം മനുഷ്യന്മാരുണ്ടാക്കുന്നതാണെന്നൊരു ചിന്തയാണ് ഉണ്ടാകുന്നത്. ഇതിനെയാണ് ആർട്ടിഫിഷ്യലിസം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഏതാണ്? റെപ്രസെൻറ്റേഷണൽ തോട്ടാണ്. റെപ്രസെൻറ്റേഷണൽ തോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? Child develop the ability to form mental symbols to represent objects or events that are not present. അതായത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സാധനം പ്രസൻറ്റ് അല്ലെങ്കിൽ പോലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ആ സാധനം അവിടെ ഉണ്ടാവില്ല, പക്ഷെ അവരുടേതായിട്ടുള്ള മെൻ്റൽ സിംബൽസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും, അത് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലേ. അപ്പോൾ അതിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ് ഡിഫേർഡ് ഇമിറ്റേഷനും സിംബോളിക് പ്ലേയും. അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഡിഫേർഡ് ഇമിറ്റേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുട്ടികളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അവരത് കൃത്യമായി ഇമിറ്റേറ്റ് ചെയ്യും ഇല്ലേ. അതായത് ഇപ്പോൾ എൻ്റെ മകളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കാറ് നമ്മൾ കയറ്റിയിടണമല്ലോ, അതായത് കാറ് പാർക്ക് ചെയ്യുന്ന ഒരു വീടിനകത്തേക്ക് പാർക്ക് ചെയ്യുമ്പോൾ ആളുടെ മുത്തശ്ശൻ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കും. അതായത് റൈറ്റിലോട്ട് തിരിക്കാനും ലെഫ്റ്റിലോട്ട് തിരിക്കാനും, അതുപോലെ മതി നിൽക്ക്, കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിലോട്ട് ഇടാം, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അത് കണ്ട് കുട്ടി എന്ത് ചെയ്യാൻ തുടങ്ങി, ഒരു ദിവസം കാറ് വന്നപ്പോൾ ഇറങ്ങിച്ചെന്ന് കൈകൊണ്ട് ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി, മതി എന്ന് പറയാൻ തുടങ്ങി.
ആൾക്കിപ്പോൾ 2.25 വയസ്സാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്നല്ല, കുറച്ച് നാൾ മുമ്പേ തൊട്ട് തന്നെ ചെയ്തിരുന്നു. 2.25 വയസ്സിന് മുമ്പേ തന്നെ ആൾ ചെയ്തിരുന്നു. ഒരു 2 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു അത്. അതൊരു ഡിഫേർഡ് ഇമിറ്റേഷനാണ്. അതായത് അഡൾട്ട് ചെയ്യുന്ന ഒരു കാര്യം കണ്ടിട്ട് കുട്ടി എന്ത് ചെയ്യുകയാണ്, കുട്ടി അത് ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതൊരു റെപ്രസെൻറ്റേഷണൽ തോട്ടാണ്. ദെൻ ഡിഫേർഡ് ഇമിറ്റേഷൻ ആണ്. അപ്പോൾ റെപ്രസെൻറ്റേഷൻ തോട്ടിൽ 2 കാര്യം, ഡിഫേർഡ് ഇമിറ്റേഷൻ, ദെൻ സിംബോളിക് പ്ലേ. സിംബോളിക് പ്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് കഞ്ഞിയും കുഞ്ഞിയും വെച്ച് കളിക്കാമെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതായത് പണ്ട് അച്ഛനും അമ്മയൊക്കെ ആയിട്ട് കളിക്കുന്ന കണ്ടിട്ടുണ്ടോ ഇല്ലേ? അതെന്താണ്? അവിടെ ഒരു സിംബോളിക് പ്ലേ ആണ്. അതായത് ചൈൽഡ് ഡെമോൺസ്ട്രേറ്റ് മേക്ക് ബിലീവ് പ്ലേ ഇൻ വിച്ച് ഹി യൂസസ് സൈൻസ് ആൻഡ് സിംബൽസ് ഇൻ പ്ലേസ് ഓഫ് റിയൽ ഒബ്ജക്റ്റ്. അതായത് റിയൽ ഒബ്ജക്റ്റിന് പകരമായിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സയൻസും സിംബൽസും ഒക്കെ വെച്ചുകൊണ്ട് കുട്ടി കളിക്കുന്നതിനെയാണ് സിംബോളിക് പ്ലേ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇലയൊക്കെ പൊട്ടിച്ച് കറിയൊക്കെ വെച്ച് കളിക്കണ കണ്ടുണ്ടാവും ഇല്ലേ? കണ്ടുണ്ടാവും വെച്ചാൽ നമ്മൾ കളിച്ചിട്ടുണ്ട്. അതുപോലെ മണ്ണ് കൊണ്ട് ചോറ് വെക്കുന്നത്, ഇതെല്ലാം തന്നെ എന്താണ്? സിംബോളിക് പ്ലേ ആണ്. അപ്പോൾ റെപ്രസെൻറ്റേഷണൽ തോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടി ആ ഒരു സാധനം പ്രസൻറ്റ് അല്ലെങ്കിൽ പോലും അതിനെ മെൻ്റൽ സിംബൽസ് ഉപയോഗിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന അതിനെയാണ് റെപ്രസെൻറ്റേഷണൽ തോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്നതാണ് ഡിഫേർഡ് ഇമിറ്റേഷനും സിംബോളിക് പ്ലേയും. ഇനി വരുന്നതാണ് ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്. ഇനി ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡിഡക്റ്റീവ് റീസണിങ്ങും ഇൻഡക്റ്റീവ് റീസണിങ്ങും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ ടു പർട്ടിക്കുലർ ആണ്. ജനറൽ ടു പർട്ടിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഇലയും പച്ചയായതുകൊണ്ട് ചെമ്പരത്തിയുടെ ഇല പച്ചയാണ്. അതെന്താണ്? അതൊരു ഡിഡക്റ്റീവ് റീസണിങ് ആണ്. അതായത് ജനറലിൽ നിന്ന് പർട്ടിക്കുലറിലേക്ക് പോകുകയാണ്. ഇനി ഇൻഡക്റ്റീവ് റീസണിങ് അപ്പോൾ എന്തായിരിക്കും? പർട്ടിക്കുലർ ടു ജനറൽ ആണ്. അതായത് ചെമ്പരത്തിയുടെ ഇല പച്ചയായതുകൊണ്ട് മറ്റുള്ള ഇലകളെല്ലാം പച്ചയാണ്. അത്തരത്തിലുള്ളതാണ് ഇൻഡക്റ്റീവ് റീസണിങ്. ഓക്കെ, അപ്പോൾ ഡിഡക്റ്റീവ് റീസണിങ്ങും ഇൻഡക്റ്റീവ് റീസണിങ്ങും അല്ലാതെ വരുന്ന മറ്റൊരു റീസണിങ് ആണ് ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്. അതായത് ഹി റീസൺസ് ഫ്രം ദ പർട്ടിക്കുലർ ടു പർട്ടിക്കുലർ. അതായത് ഒരു ചിന്തയിൽ നിന്ന് അതേ രീതിയിലുള്ള ചിന്തയിലേക്ക് പോകാൻ പറ്റുള്ളൂ, അതേ വേവ് ലെങ്ത്തുള്ള ചിന്തയിലേക്ക് പോകാൻ പറ്റുള്ളൂ. വേറൊരു ഇതിലേക്ക് പോകാൻ കുട്ടിക്ക് ആ റീസണിങ്ങിലേക്ക് പോകാൻ പറ്റില്ല. അതായത് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനുള്ള കഴിവ് ഇല്ല. കാരണം ലോജിക്കൽ റീസണിങ് ഇല്ല എന്ന് മുൻപേ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ചൈൽഡ് ഫെയിൽസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ട്രൂ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ് ആൻഡ് എഫക്റ്റ്. ഇപ്പോൾ ക്ലൗഡ്സ്, ഇപ്പം നമ്മൾ നടക്കുമ്പോൾ ക്ലൗഡ് നമ്മുടെ കൂടെ നടക്കുന്നത് പോലെ തോന്നുന്നത് ഇല്ലേ? അതൊരു ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് ആണ്. അതായത് 2 ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ട്സിനെ അവർ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മരങ്ങൾ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടാവും. അതൊരു ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് ആണ്. അതായത് നമ്മൾ പറയില്ലേ, ദേ എൻ്റെ കൂടെ മരം വരുന്നു, ഞാൻ നടക്കുമ്പോൾ അമ്പിളിയമ്മാവൻ എൻ്റെ കൂടെ നടക്കുന്നു, ഞാൻ നടക്കുമ്പോൾ ക്ലൗഡ് എൻ്റെ കൂടെ വരുന്നു. ഇതൊക്കെ തന്നെ എന്താണ്? ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് ആയത്. അങ്ങനെ ഒരു റീസണിങ് ഉള്ളത് കൊണ്ടാണ് കുട്ടിക്ക് അങ്ങനെ തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഇനി വരുന്നതാണ് ലാസ്റ്റ് വൺ, ഈഗോസെൻട്രിസം. ഈഗോസെൻട്രിസം എന്ന് പറഞ്ഞാൽ സെൽഫിഷ് എന്നൊരർത്ഥത്തിലല്ല, സെൽഫ് സെൻറ്റേർഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സെൽഫിഷ് അല്ല, സെൽഫ് സെൻറ്റേർഡ് ആണ്. അതായത് ഞാൻ എന്താണോ പെർസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്താണോ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്താണോ ചിന്തിക്കുന്നത്, അതുപോലെയാണ് മറ്റുള്ളവരും ചിന്തിക്കുന്നത്. അതായത് എൻ്റെ ചുറ്റിനുള്ള എല്ലാവരും ഞാൻ ചിന്തിക്കുന്ന പോലെയാണ് ചിന്തിക്കുന്നത്, ഞാൻ പെർസീവ് ചെയ്യുന്ന പോലെയാണ് പെർസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്കെന്ത് ഫീൽ ചെയ്യുന്നു അതുപോലെയാണ് ഫീൽ ചെയ്യുന്നത് എന്ന ഒരു ബിലീഫിനെയാണ് എന്തെന്ന് പറയുന്നത് ഇവിടെ ഈഗോസെൻട്രിസം എന്ന് അർത്ഥമാക്കുന്നത്. അല്ലാതെ സെൽഫിഷ്നെസ് അല്ല, സെൽഫ് സെൻറ്റേർഡ്. എൻ്റെ കാഴ്ചപ്പാടിയെ മാത്രമേ എനിക്ക് നോക്കി കാണാൻ പറ്റുള്ളൂ. ഞാൻ എന്താണ്, അതുകൊണ്ടാണ് കുട്ടികൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല എന്ന് പറയുന്നില്ലേ നമ്മൾ. അതെന്തുകൊണ്ടാണ്? എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ, അതായത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് ഇത് ശരിയാണ്, എനിക്കത് ശരിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് അത് ശരിയായാലും കാര്യമില്ലയെന്ന്. ഞാൻ എൻ്റെ കാഴ്ചപ്പാടിലൂടെ മാത്രമേ അത് നോക്കിക്കാണാൻ ശ്രമിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഈ ഒരു സ്റ്റേജ് ഈഗോസെൻട്രിക് സ്റ്റേജാണ്. ഓർക്കുക, ഈഗോസെൻട്രിക് സ്റ്റേജ് വരുന്നത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. പലപ്പോഴും ചോദിക്കാറുള്ളതാണ് ഈ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലെ ഈഗോസെൻട്രിസവും അതുപോലെ തന്നെ ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്ങും. ഇത് രണ്ടും നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ്. എല്ലാ അക്കംപ്ലിഷ്മെൻറ്റും അറിയണം, എങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളെങ്കിലും ഓർമ്മയിൽ ഉണ്ടാകേണ്ടതാണ്. ഓക്കെ, അപ്പോൾ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലെ കാര്യങ്ങളാണ് പറഞ്ഞത്. 2 to 7 years ആണ് റെപ്രസെൻറ്റേഷണൽ തോട്ട്, ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്, ഈഗോസെൻട്രിസം, അനിമിസ്റ്റിക് തിങ്കിങ് ആൻഡ് ആർട്ടിഫിഷ്യലിസം. നെക്സ്റ്റിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് വരുന്നതാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്.
നെക്സ്റ്റ് സ്റ്റേജ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, ദാറ്റ് ഇസ് 7 to 11 ഇയേഴ്സ്. 7 to 11 ഇയേഴ്സ് ആണ് വരുന്നത്. ഈ ഒരു പേരിൽ തന്നെയുണ്ട്, ഇവിടെ ലോജിക്കൽ തോട്ട് എമേർജ് ചെയ്യുകയാണ്, കാരണം കോൺക്രീറ്റ് ഓപ്പറേഷൻ ആണ്. അപ്പോൾ ലോജിക്കൽ തോട്ട് എമേർജ് ചെയ്യുന്നുണ്ട്. അത് പക്ഷേ എന്നാൽ ഇവിടെയുള്ളൊരു പ്രശ്നം, അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കുട്ടിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ലോജിക്കലായിട്ടുള്ള തോട്ട് ഉണ്ട്, അതായത് കോൺക്രീറ്റ് ആയിട്ടുള്ള തോട്ടുകൾ മാത്രമേ എമേർജ് ചെയ്യുന്നുള്ളൂ, പക്ഷേ അബ്സ്ട്രാക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിൽ വരുന്നതിനെ നമുക്ക് ഇങ്ങനെ വിളിക്കാം, ക്രിഫ്റ്റ്. ഓക്കെ, ക്രിഫ്റ്റ് എന്ന് വിളിക്കാം. ഇനി എന്താണ് ഓരോന്നും എന്ന് നോക്കാം. ഇതിൽ ആദ്യം വരുന്നത് സി ആണ് അല്ലേ, ക്രിഫ്റ്റ് ആണ് അല്ലേ. ക്രിഫ്റ്റിലെ സി ആണ് ആദ്യം വരുന്നത്. എന്താണ്? ക്ലാസിഫിക്കേഷൻ ആൻഡ് സീരിയലൈസേഷൻ. എന്താണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് സീരിയലൈസേഷൻ? അതായത് കുട്ടിക്ക് ഒബ്ജക്ട്സിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള ഒരു കഴിവ് ഡെവലപ്പ് ചെയ്യുന്നു. എന്താണ്? കുട്ടിക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട്, ഒബ്ജക്ട്സിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടാകുന്നു. അതായത് ഇപ്പോൾ ഫ്ലവേഴ്സിൽ ബ്ലൂ, മെറൂൺ, അതുപോലെ യെല്ലോ, റെഡ്, ഇതൊക്കെ ഇങ്ങനെ അടക്കി വെച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ബ്ലൂ എടുക്കാൻ പറഞ്ഞാൽ ബ്ലൂ എടുക്കാൻ പറ്റുന്നുണ്ട്, അതുപോലെ മെറൂൺ എടുക്കാൻ പറഞ്ഞാൽ മെറൂൺ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ബ്ലൂ ആയിട്ടുള്ള ഫ്ലവേഴ്സ്, അതുപോലെ മെറൂൺ ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ നമ്മൾ അടക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടിയോട് ചോദിക്കുകയാണ്, മോർ ബ്ലൂ ഫ്ലവേഴ്സ് ആണോ അതോ ഫ്ലവേഴ്സ് ആണോ കൂടുതൽ? അതായത് നീലപ്പൂക്കളാണോ കൂടുതലുള്ളത് അല്ലെങ്കിൽ പൂക്കളാണോ കൂടുതലുള്ളത്? സ്വാഭാവികമായിട്ടും ക്ലാസിഫിക്കേഷനും സീരിയലൈസേഷനും ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ എന്ത് പറയും? ഫ്ലവേഴ്സാണ് കൂടുതലുള്ളത്. കാരണം ബ്ലൂ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഫ്ലവേഴ്സ് ആണല്ലോ കൂടുതൽ. അത് ക്ലാസിഫൈ ചെയ്യാനും സീരിയലൈസ് ചെയ്യാനും കുട്ടിക്ക് മനസ്സിലായി എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ഇതാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് സീരിയലൈസേഷൻ. അതിനുള്ളൊരു എബിലിറ്റി കുട്ടിക്ക് ഉണ്ടാകുന്നു. ഇനി നെക്സ്റ്റ് വരുന്ന സി എന്താണ്? നെക്സ്റ്റ് വരുന്ന സി എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ. കൺസർവേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? കുട്ടിക്ക് മുൻപ് ലോജിക്കൽ എബിലിറ്റി ഒന്നുമില്ല അല്ലേ. അപ്പോൾ ക്വാണ്ടിറ്റി, അതുപോലെ വോളിയം, ഏരിയ, ലെങ്ത്ത്, ഇങ്ങനത്തെയുള്ള ഒരു കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ് കുട്ടിക്കില്ല. അപ്പോൾ കുട്ടി ഈ ഒരു സമയത്ത്, അതായത് ഈ 7 to 11 ഇയേഴ്സ് ആകുമ്പോഴേക്കും വോളിയം, ഏരിയ, ലെങ്ത്ത് ഇതൊക്കെ തന്നെ അറിയുന്ന, അതായത് ഇതൊക്കെ മനസ്സിലാക്കുന്ന, ക്വാണ്ടിറ്റിയൊക്കെ, നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഒക്കെ മനസ്സിലാക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ് കുട്ടിക്ക് ഉണ്ടാകുന്നു. അതാണ് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ആർ, റിവേഴ്സബിലിറ്റി ഓഫ് തോട്ട്. അതായത് റിവേഴ്സബിലിറ്റി ഓഫ് തോട്ട് എന്ന് പറയുന്നത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്ക്വേർഡായിട്ടും ഫോർവേഡായിട്ടും ചിന്തിക്കാനുള്ളൊരു കഴിവ് ഡെവലപ്പ് ചെയ്യുന്നു. അതായത് 2 + 3 = 5 എന്ന് പറഞ്ഞാലും 5 = 2 + 3 എന്ന് പറഞ്ഞാലും കുട്ടി മനസ്സിലാക്കുന്നു. അതുപോലെ ചോദ്യം ചോദിച്ചാൽ ഇപ്പോൾ 2 + 3 = ഡാഷ് എന്ന് പറഞ്ഞാൽ 5 എന്ന് എഴുതുന്ന പോലെ തന്നെ 5 അല്ലെങ്കിൽ ഡാഷ് = 2 + 3 എന്ന് ചോദിച്ചാലും കുട്ടിക്ക് എഴുതാനായിട്ട് സാധിക്കുന്നു. അതെന്താണ്? റിവേഴ്സിബിലിറ്റി ഓഫ് തോട്ടാണ്. ബാക്ക്വേർഡായിട്ടും ഫോർവേഡായിട്ട് ചോദിച്ചാലും കുട്ടിക്ക് അത് എഴുതാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് എന്തുണ്ടെന്നാണ്? റിവേഴ്സിബിലിറ്റി ഓഫ് തോട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ബാക്ക്വേർഡും ഫോർവേഡായിട്ടും ഒരേ ടൈം ചിന്തിക്കാനായിട്ടുള്ള കഴിവുണ്ടാവുക. നെക്സ്റ്റ് ആണ് ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് റീസണിങ്. നേരത്തെ പറഞ്ഞ ഏതായിരുന്നു? ട്രാൻസിഡക്റ്റീവ് റീസണിങ് ആണ്. കോൺക്രീറ്റിലേക്ക് വരുമ്പോഴേക്കും അത് ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് റീസണിങ് ആകുന്നു. ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. എന്താണ്? കുട്ടിക്ക് ഇൻ്റർ റിലേറ്റഡ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കാനായിട്ട് ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവിലേക്ക് പോകുകയാണ്. ഇത് പർട്ടിക്കുലറിൽ നിന്ന് ജനറലിലേക്ക് പോകാനുള്ള ഒരു കഴിവിലേക്ക് കുട്ടിക്ക് എത്തുന്നു. ദ ചൈൽഡ് ബിഗിൻസ് ടു തിങ്ക് ഇൻ ടേംസ് ഓഫ് എ സെറ്റ് ഓഫ് ഇൻ്റർ റിലേറ്റഡ് പ്രിൻസിപ്പിൾ റാദർ ദാൻ സിംഗിൾ ബിറ്റ്സ് ഓഫ് നോളജ്. അതായത് എന്തെല്ലാം തമ്മിലൊരു റിലേഷൻഷിപ്പ്, അതായത് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് കുട്ടിക്ക് മനസ്സിലാക്കാനായിട്ട് ഉള്ള കഴിവ് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഇലകളെല്ലാം പച്ചയാണ്, അതുകൊണ്ട് ചെമ്പകത്തിൻ്റെ ഇല പച്ചയാണ്, അങ്ങനെയുള്ള റീസണിങ് ഒക്കെ കുട്ടിക്ക് മനസ്സിലാകുന്നു. അതായത് പച്ച ഇല ആയതുകൊണ്ട് എല്ലാം ഒരില പച്ചയുണ്ട്, ബാക്കിയെല്ലാം പച്ച ഇലകളാണ്, അങ്ങനെയുള്ള രീതിയിലൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് കുട്ടിക്ക് ഉണ്ടാകുന്നൊരു സമയമാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ഫ്ലെക്സിബിലിറ്റി ഇൻ തിങ്കിങ്. ഫ്ലെക്സിബിലിറ്റി ഇൻ തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? എൻ്റെ വ്യൂ പോയിന്റിൽ മാത്രമേ ഞാൻ കാര്യങ്ങൾ നോക്കിക്കാണുള്ളൂ, ഈഗോസെൻട്രിക് ആയിരുന്നു. അത് മാറി മറ്റുള്ളവരുടെ വ്യൂ പോയിന്റിൽ കൂടെ കാര്യങ്ങൾ നോക്കിക്കാണാനുള്ള ഒരു എബിലിറ്റി കുട്ടിക്ക് ഉണ്ടാകുന്നു. ദെൻ നെക്സ്റ്റ് ആണ് ട്രാൻസിറ്റിവിറ്റി. എന്താണ് ട്രാൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത്
ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു റെക്കഗ്നൈസ് റിലേഷൻസ് എമംഗ് എലമെൻറ്റ്സ് ഇടയിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നീതു ഈസ് ടോളർ ദാൻ ദിവ്യ ആൻഡ് ദിവ്യ ഈസ് ടോളർ ദാൻ ആശ. ഹൂ ഈസ് ടോളർ ദാൻ നീതു ഓർ ആശ? അതായത് ഇവിടെ എന്താ ചോദിക്കുന്നത്? നീതു ദിവ്യയേക്കാൾ ഹൈറ്റ് ഉണ്ട്, ദെൻ ദിവ്യ ആശയേക്കാൾ ഹൈറ്റ് ഉള്ളവളാണ് എങ്കിൽ നീതുവിലും ആശയിലും ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ളത് ആർക്കാണ്? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ PSC കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ഈ റിലേഷൻഷിപ്പൊക്കെ ചോദിക്കുന്ന. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇപ്പോൾ അമ്മയുടെ അച്ഛൻ്റെ മകളുടെ മകൻ്റെ മകനാണ് രാമുവെങ്കിൽ രാമുവിൻ്റെ ആരാണ് ശിവൻ എന്നൊക്കെ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ. ഇതൊക്കെ തന്നെ എന്താണ്? ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് അവരുടെ ഇടയിലുള്ള ആ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. ആ ഒരു കഴിവിനെയാണ് ട്രാൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അത് ഡെവലപ്പ് ചെയ്യുന്നൊരു സ്റ്റേജ് എന്ന് പറയുന്നത് ഈ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലെ അക്കംപ്ലിഷ്മെൻറ്റ്സ് എന്ന് പറയുന്നത്, ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഓർക്കുക? ക്രിഫ്റ്റ് ആണ്, ക്ലാസിഫിക്കേഷൻ, സീരിയലൈസേഷൻ, അണ്ടർസ്റ്റാൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ, ദെൻ റിവേഴ്സിബിലിറ്റി ഓഫ് തോട്ട്, ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് റീസണിങ്, ഫ്ലെക്സിബിലിറ്റി തിങ്കിങ്, ദെൻ ട്രാൻസിറ്റിവിറ്റി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്നതാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. പേരിൽ തന്നെയുണ്ട്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആകുമ്പോഴേക്കും കോൺക്രീറ്റിൽ നിന്ന് മാറി അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും ഹൈപ്പോത്തറ്റിക്കൽ ഈവൻസ് ഒക്കെ തന്നെയും എന്ത് ചെയ്യാൻ തുടങ്ങും? മനസ്സിലാക്കാൻ, കുറച്ചുകൂടെ റാഷണലി തിങ്ക് ചെയ്യാൻ, കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കലി തിങ്ക് ചെയ്യാനുള്ളൊരു കഴിവ് കുട്ടിക്ക് ഉണ്ടാകുന്നുണ്ട്. ക്വൈറ്റ് സിസ്റ്റമാറ്റിക് ആകുകയാണ് കുട്ടി കുറച്ചുകൂടെ. 12 മുതൽ 15 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം: ടാപ്പ് HD. ഓക്കെ, ടാപ്പ് HD. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. ഞാൻ സ്പീഡിലാണ് പോകുന്നത്, കാരണം ഇത് കുറച്ച് ലെങ്തി ആയതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ട് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അതിൽ ടാപ്പ് HDയിൽ T എന്താണെന്ന് നോക്കാം. T എന്താണ് ഉദ്ദേശിക്കുന്നത്? എബിലിറ്റി ടു ട്രാൻസ്ഫർ നോളജ്. അതായത് നോളജിനെ, നമ്മുടെ അറിവിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക. നമ്മളൊരു കാര്യം ഇന്ന് പഠിച്ചു, അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാൻ പിന്നീട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അറിവിനെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും അല്ലേ? നമുക്ക് ഒരു സിറ്റുവേഷനിൽ നിന്ന് മറ്റൊരു സിറ്റുവേഷനിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ 5ാം ക്ലാസ്സിൽ നമ്മൾ ഭൂമിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യം നമ്മൾ 8ലോ 10ലോ പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലേ? നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ലേ? അതിനെയാണ് എബിലിറ്റി ടു ട്രാൻസ്ഫർ നോളജ് എന്ന് പറയുന്നത്. അത് ഡെവലപ്പ് ചെയ്യുന്നൊരു സമയം എന്ന് പറയുന്നത് ഈ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്? A ആണ് അല്ലേ? യൂസ് ഓഫ് എബിലിറ്റി ടു ഡീൽ വിത്ത് അബ്സ്ട്രാക്ഷൻസ്. അതായത് എബിലിറ്റി ടു ഡീൽ വിത്ത് അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അബ്സ്ട്രാക്ഷനായിട്ടുള്ള ബന്ധപ്പെട്ട, അതായത് എങ്ങനെ നമുക്ക് ഒരു കാര്യത്തെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യാം. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്കത് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കഴിവ്. ദ ചൈൽഡ് ലേൺസ് ടു യൂട്ടിലൈസ് എ ടൂൾ ഓഫ് സിംബോളിസം ഇൻ ദ പ്രോസസ് ഓഫ് തോട്ട് ആൻഡ് ലേൺസ് ടു ഡീൽ വിത്ത് അബ്സ്ട്രാക്ഷൻ ബൈ ലോജിക്കൽ തിങ്കിങ്. അതായത് നമുക്കൊരു ആ ഒരു കാര്യത്തെ, അതായത് ആ അബ്സ്ട്രാക്ഷനായിട്ട് പറയുന്ന ഇപ്പോൾ ഒരു കാര്യം, ഒരു ആന എന്ന് പറഞ്ഞാൽ അത് ഇതാണ് എന്ന് നമുക്ക് ലോജിക്കൽ തിങ്കിങ് വെച്ച് മനസ്സിലാക്കാൻ പറ്റുക, നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ. ഇനി അതുപോലെ തന്നെ നമുക്കൊരു ഇക്വേഷൻ കേട്ട് കഴിഞ്ഞാൽ അത് ഇന്നതിൻ്റെ ഇക്വേഷനാണ് എന്ന് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? എബിലിറ്റി ടു ഡീൽ വിത്ത് അബ്സ്ട്രാക്ഷൻ. ഇനി ഇതുപോലെ തന്നെ പറയുന്ന മറ്റൊരു A ആണ് യൂസ് ഓഫ് അബ്സ്ട്രാക്റ്റ് റൂൾസ്. അതായത് അബ്സ്ട്രാക്റ്റ് റൂൾസ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിവുണ്ടാവുക. അതായത് A+B² എന്ന സംഭവം കേട്ട് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് വന്നു കഴിഞ്ഞാൽ ആ A+B² വെച്ചുകൊണ്ട് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്താണ്? യൂസ് ഓഫ് അബ്സ്ട്രാക്റ്റ് റൂൾസ് ആണ്. നമുക്ക് എബിൾ ടു യൂസ് അബ്സ്ട്രാക്റ്റ് റൂൾസ് ടു സോൾവ് എ ഹോൾ ക്ലാസ് ഓഫ് പ്രോബ്ലംസ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലവും നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ആ ഒരു അബ്സ്ട്രാക്റ്റ് റൂൾ വെച്ച് പറ്റുന്നുണ്ടെങ്കിൽ, നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു എബിലിറ്റിയാണ് യൂസ് ഓഫ് അബ്സ്ട്രാക്റ്റ് റൂൾസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് P? പ്രോബ്ലം സോൾവിങ് എബിലിറ്റി. അതായത് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു പ്രോബ്ലം സോൾവിങ്. മുൻപ് അതൊന്നും ഇല്ല, കാരണം എന്താ? അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല, കോൺക്രീറ്റ് ആണ്. ഇവിടെ എന്താണ്? കുട്ടി പ്രോബ്ലത്തെ നോക്കിക്കാണുന്നു പല രീതിയിൽ, ഒരു രീതിയിലല്ല പല രീതിയിൽ നോക്കിക്കാണുന്നു. എന്നിട്ട്
പല രീതിയിലുള്ള സൊല്യൂഷൻസ് സിസ്റ്റമാറ്റിക് ആയിട്ടും ലോജിക്കൽ വേയിലും എക്സ്പ്ലോർ ചെയ്തെടുക്കുന്നു. എന്നിട്ടാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു പ്രോബ്ലം സോൾവിങ് വരുന്നത് 12 തൊട്ട് 15 വയസ്സ് വരെയുള്ള സമയത്താണ്. ദെൻ നെക്സ്റ്റ് ഏതാണ് വരുന്നത്? ഹൈപ്പോത്തറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ്. ഹൈപ്പോത്തറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ്, ദാറ്റ് ഈസ് HD. എന്താണ് ഹൈപ്പോത്തറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ്? അതായത് ഒരു പ്രോബ്ലം കുട്ടി ഫേസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ അവൻ എന്ത് ചെയ്യും? അതുമായി ബന്ധപ്പെട്ട എല്ലാ പോസിബിളായിട്ടുള്ള ജനറൽ തിയറീസൊക്കെ കുട്ടി നോക്കും. അതായത് ഇതിൻ്റെ ഔട്ട്കമ്മിനെ അഫക്റ്റ് ചെയ്യുന്ന, അതായത് ഇതിൻ്റെ ഔട്ട്കമ്മിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളെയും നോക്കിയതിന് ശേഷം അതിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ് ഡെഡ്യൂസ് ചെയ്തെടുക്കുകയാണ്. അതായത് എന്ത് സംഭവിക്കാൻ പറ്റുമെന്നുള്ള ഒരു ഹൈപ്പോത്തസിസ് കുട്ടി ഡെഡ്യൂസ് ചെയ്തെടുക്കുന്നതിനെയാണ് ഹൈപ്പോത്തറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്നത്. അപ്പോൾ എന്താണ് ടാപ്പ് HD? ദാറ്റ് ഈസ് എന്തൊക്കെയാണ്? ട്രാൻസ്ഫർ നോളജ്, ദെൻ എബിലിറ്റി ടു deal with abstractions, then use of abstract rules, then systematic approach to problem solving and the hypothetical deductive reasoning. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ പിയാഷെയുടെ തിയറിയിൽ മെയിനായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. അതായത് സെൻസറി മോട്ടോർ സ്റ്റേജ്, അത് ബർത്ത് ടു 2 years ആണ്. ഈ ഏജ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഓർത്ത് വെച്ചോളൂ. അതിൽ വരുന്നത് പ്രൈമറി സർക്കുലർ റിയാക്ഷൻ, സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻ, കോർഡിനേഷൻ ഓഫ് സെക്കൻഡറി സ്കീമാസ്, ടേർഷറി സർക്കുലർ റിയാക്ഷൻ ആൻഡ് ഒബ്ജക്റ്റ് പെർമനൻസ്. Then next pre-operational stage, that is a 2 to 7 years, representational thought, transdeductive reasoning, egocentrism, animistic thinking, artificialism. Then next one, concrete operational stage, 7 to 11 years, inductive deductive reasoning, flexibility in thinking, understanding the principles of conservation, classification and serialization, transitivity and the reversibility of thought. Then formal operational state, 12 to 15 years, ability to deal with abstractions, hypothetical deductive reasoning, systematic approach to problem solving, use of abstract rules and the ability to transfer knowledge. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് സ്പീഡിലാണ് പോയതെന്നറിയാം, പക്ഷേ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ്. കാരണം അത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു തിയറിയാണിത്. അപ്പോൾ നമുക്ക് ഇത്തിരി സ്പീഡിൽ പോയാലാണ് അതായത് പെട്ടെന്നത് തീർക്കാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് പറയാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എക്സാമ്പിളൊക്കെ വെച്ച് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ, ഞാൻ ക്ലിയർ ചെയ്യാം. പിന്നെ ഇപ്പോൾ തിയറീസ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നും സ്കിപ്പ് ചെയ്യരുത്, എല്ലാം പഠിക്കണം എല്ലാവരും. അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അതുപോലെ SC ആയിട്ട് എപ്പോഴും വരാറുള്ള ഒരു തിയറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത തിയറി ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.